നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ഇന്റർപോൾ അടക്കം തിരിഞ്ഞിരുന്ന കൊടും കുറ്റവാളിയെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വർക്കല പോലീസ് പിടികൂടുന്നത്. അമേരിക്കയിലെ കള്ളപ്പണ കേസിൽ പ്രതിയായ 46-കാരനായ ലിത്വാനിയ സ്വദേശി അലക്സേജ് ബെസിക്കോവ് ലോകത്തെ 600 പ്രധാന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് സെർവർ ഹാക്ക് ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതിയാണ്. യൂറോപ്പിലെയും അമേരിക്കയിലെയും കമ്പനികളെ കബളിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയത്. ഇവിടെയുള്ള ശുദ്ധജല വൈദ്യുത വിതരണ കമ്പനികളെയാണ് ഇയാൾ കഴിഞ്ഞ വർഷം തട്ടിപ്പിന് ഇരയാക്കിയത്. ഇയാളിൽ നിന്ന് വിവരങ്ങൾ എടുക്കാൻ പോലീസ് എല്ലാവിധ തന്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. പക്ഷേ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകില്ലെന്ന പിടിവാശിയിലാണ് അലക്സേജ്. ഇയാളുടെ ബിസിനസ് പാർട്ണറാണ് റഷ്യൻ പൗരനായ അലക്സാണ്ടർ മിറ സെർദ. രണ്ടുപേരുടെയും ആകെ ആസ്തി 1.60 ലക്ഷം കോടി രൂപയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഹാക്കിംഗ് വഴി ലഭിക്കുന്ന ബിറ്റ് കോയിൻ, കുട്ടികളുടെ അശ്ലീല വീഡിയോ കൂടാതെ ലഹരി എന്നിവയിൽ നിന്നാണ് ഇവർ പണം സമ്പാദിക്കുന്നത്. ഇവയുടെ ഇടപാട് നടത്തുന്ന ഗ്യാരൻഡെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഇവർ രണ്ടുപേരുടെയും ഉടമസ്ഥതയിലാണ്. മോക്സോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട് അലക്സേജ്. ഇയാളുടെ കമ്പനിയുടെ ഡാർക്ക് വെബ് ഇടപാടുകളെ കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇയാൾ റഷ്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇയാളുടെ ഭാര്യയെയും മകനെയും റഷ്യയിലേക്ക് കടത്തി. തുടർന്ന് റഷ്യയിലേക്ക് കടക്കാനിരിക്കവെയാണ് കേരള പോലീസ് വർക്കലയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയപ്പോൾ കൈക്കൂലി നൽകാനും ഇയാൾ ശ്രമിച്ചിരുന്നു. ഒരു കെട്ട് നോട്ടാണ് ഇയാൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്നത് സാധാരണ ഒരു ഫീച്ചർ ഫോൺ ആയിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച 3 മലയാളികളുടെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ കള്ളപ്പണമാണ് ഇയാൾ വെളുപ്പിക്കാൻ ശ്രമിച്ചത്. ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികളെയും ഇയാൾ സഹായിച്ചു എന്നാണ് അറിയുന്നത്. ഇയാളുടെ പാർട്ട്ണർക്കെതിരെയും അതേ ആരോപണങ്ങൾ നിലവിലുണ്ട്. ഈ കള്ളപ്പണം വെളുപ്പിക്കലിലൂടെ ഇവർക്ക് നേടാനായത് കോടികൾ എന്നാണ് CBI വ്യക്തമാക്കുന്നത്. 2021 മുതൽ 24 വരെ ദശലക്ഷക്കണക്കിന് US$ ഇവർ വെളുപ്പിച്ചത്. 2019 ഏപ്രിൽ മുതൽ ഈ എക്സ്ചേഞ്ചിൽ കുറഞ്ഞത് 96 മില്യൺ, അതായത് 83 ലക്ഷം കോടി ഡോളറിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് US നീതിന്യായ വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. US, ജർമ്മനി, ഫിൻലാൻഡ് സുരക്ഷാ ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷനിൽ ഗ്യാരൻഡെക്സിന്റെ ഡൊമൈനുകളും സെർവറുകളും പിടിച്ചെടുക്കുകയും എക്സ്ചേഞ്ചുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഏകദേശം 28 മില്യൺ ഡോളറിന്റെ ക്രിപ്റ്റോ കറൻസി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉത്തര കൊറിയയുടെ ഹാക്കിംഗ് സ്ക്വാഡായ ലാസ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കുറ്റവാളികൾക്ക് വേണ്ടി ഗ്യാരൻഡെക്സ് പണം വെളുപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ദില്ലി പാട്യാല കോടതി ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അവധിക്കാലം ചിലവഴിക്കാനാണ് അലക്സേജ് കുടുംബത്തോടൊപ്പം വർക്കലയിൽ എത്തിയത്. ഹോം സ്റ്റേയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. രാജ്യം വിടാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. CBI, കേരള പോലീസ് എന്നിവരുടെ സംയുക്ത നീക്കത്തിനൊടുവിലാണ് ഇയാൾ വലയിലാവുന്നത്. പ്രതിയെ കേരള പോലീസ് പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം US-ന് കൈമാറുമെന്നാണ് പറയുന്നത്. എന്തായാലും അന്താരാഷ്ട്ര കുറ്റവാളിയെ കേരള പോലീസ് പിടികൂടിയത് അഭിമാനകരമായ നേട്ടം തന്നെയാണ്.